എടത്വയ്ക്കടുത്ത് തലവടിയിൽ അരകശ്ശേരി വീട്ടിലാണ് സംഭവം. മഴയൊഴിഞ്ഞ സന്ധ്യാനേരം. ഏറെ നാളായി ഉപയോഗമില്ലാതിരുന്ന ശുചിമുറിയിൽ കൂട്ടിയിട്ട ചവറുകൾക്കിടയിൽ ചിരട്ട പരതാനിറങ്ങിയതാണ് വീട്ടുകാരി. ഇതിനിടെ ചാക്കുകളിലൊന്നിൽ എന്തോ നനങ്ങി. അനക്കവും ശബ്ദവും കേട്ടപ്പോൾ പാമ്പാണെന്ന് മനസ്സിലായതോടെ വീട്ടുകാരിയോടി വീടിനുള്ളിലെത്തി എല്ലാവരെയും വിളിച്ചു വരുത്തി. ചാക്ക് സുരക്ഷിതമായി എടുത്ത് മുറ്റത്ത് കൊണ്ടുവച്ചു. വിവരമറിഞ്ഞ് വരുന്നവരും പോകുന്നവരുമെല്ലാം പാമ്പിനെ കാണാനെത്തി. ചിലർ അകലെ മാറി നിന്ന് ചാക്ക് സൂക്ഷ്മതയോടെ നോക്കി. ചിലർക്ക് ചാക്ക് തട്ടി നോക്കുന്നതിലായിരുന്നു കൗതുകം. വീട്ടമ്മമാർ സ്കൂൾ വിട്ടെത്തിയ കുട്ടികളുമായി പാമ്പിനെ കാണാനെത്തി. സ്ഥലത്തില്ലാത്തവരോട് ഫോൺ വിളിച്ചു പറയാനും നാട്ടുകാർ മറന്നില്ല. കണ്ടില്ലെങ്കിലും പാമ്പേതെന്നുവരെ ഊഹിച്ചു പറഞ്ഞവരുമുണ്ട്. ചാക്കിന് ചുറ്റും ആള് കൂടിക്കൊണ്ടേയിരുന്നു. ഏതായാലും ആശങ്കയൊഴിഞ്ഞ സന്തോഷമായിരുന്നു വീട്ടുകാർക്ക്. ഇനിയാണ് ട്വിസ്റ്റ്. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അജിത് പിഷാരത്ത് അറിയിച്ചത് പ്രകാരം 6:30 മണിയോടെ റെസ്ക്യൂ ടീം അംഗം ചാർലി വർഗീസ് എത്തി. പാമ്പിനെ പിടികൂടാനുള്ള പ്രത്യേക ഉപകരണങ്ങളൊക്കെ എടുത്തു. അതുവരെ കഥ പറഞ്ഞു നിന്നവരുടെയൊക്കെ നോട്ടം പിന്നെ ചാക്കിലേക്കായി. ചാർലി ചാക്ക് തുറന്നു. മുഷിഞ്ഞു പിഞ്ചിയ കമ്പിളി പുതപ്പ് പുറത്തേക്ക് വലിച്ചിട്ടു. പാമ്പില്ല. പുതപ്പ് തിരിച്ചും മറിച്ചും നോക്കി. ഇല്ല, പാമ്പില്ല. പിന്നെ പാമ്പെവിടെ? എന്നാൽ പിന്നെ പാമ്പിനെ കണ്ട ശുചിമുറി കൂടി നോക്കാമെന്നായി റെസ്ക്യൂ ടീം അംഗം. ചിരിച്ചു നിന്ന വീട്ടുകാരുടെ മുഖത്ത് വീണ്ടും ആശങ്ക. ഒടുവിൽ കക്ഷിയെ കിട്ടി. വിഷമുള്ള തരം പാമ്പാണ്, മോതിരവളയൻ. എല്ലാവരും അത്രയും നേരം കൂടി നിന്ന വീടിനോട് ചേർന്നുള്ള അതേ ശുചിമുറിയിൽ ഒന്നുമറിയാതെ ചുരുണ്ടുകിടപ്പുണ്ടായിരുന്നു ആള്. ഏതായാലും 1.5 മണിക്കൂറോളം പാമ്പില്ലാത്ത ചാക്കുകെട്ട് നോക്കി നിന്നതോർത്ത് ഊറിച്ചിരിച്ചാണ് എല്ലാവരും സ്ഥലം വിട്ടത്. മനോരമ ന്യൂസ്, തിരുവല്ല.